നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ സൺസ്ക്രീനാണ്. ഇത് ഭയങ്കര വൈറലാട്ടോ. ഇത് കൊറിയനാണ്. കൊറിയൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നും, ഇത് എനിക്കായിട്ടാണ് നോക്കിയത് എന്നൊക്കെ തോന്നാറുണ്ട്. ചുമ്മാ തള്ളുവാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇട്ടേക്ക്. പിന്നെ ഇത് ജസ്റ്റ് ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ ഇത് നല്ല വൈറലാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആർക്കും ഇതൊന്നും അറിയാണ്ടില്ല. പക്ഷേ എൻ്റെ സ്കിൻ ഇങ്ങനെ ഇപ്പം എൻ്റെ സ്കിന്നിന് പറ്റും, നമ്മുടെ സ്കിന്നിന് ഇത് പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ റിലീഫ് സൺ റൈസ് പ്ലസ് പ്രോബയോട്ടിക്സ് SPF 50 പ്ലസ് PA+++ കുറേ പ്ലസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, അടിപൊളിയാണ്. എന്താ പറയുക, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഭയങ്കര ഇതിൻ്റെ ഇത് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ആദ്യം. അതായത് ഇടുന്നതിന് മുന്നേ ഞാനിങ്ങനെ എടുത്തപ്പോൾ ഈ വൈറ്റ് ഇട്ട് കഴിഞ്ഞ് ഇത് ഫുൾ ഞാൻ പാണ്ട് പിടിച്ച പോലെ ആയി പോകുമെന്ന് തോന്നി. കാരണം നമ്മൾ അങ്ങനെ പറയുമല്ലോ. അപ്പം സംഭവം വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പിന്നെന്താ, സ്കിന്നിന് കുറച്ചും കൂടെ എന്തോ ഒരു ഗ്ലോ ആവുന്ന പോലെ. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് എങ്ങനെയാണെന്നറിയാം, ഭയങ്കര ഒരു ഗ്ലോ ആയ പോലെ, എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറേ മാറിയ പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പം ഞാനൊന്നും സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒരു വസ്തു ഇട്ടില്ല. ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പൊട്ട് വെച്ച് ജസ്റ്റ് കൺവെൻഷൻ ഇട്ടു. വേറെ ഒന്നും ഞാനിപ്പോൾ ഒന്നും ഒരുങ്ങിയില്ല. പക്ഷേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫീലാട്ടോ. പുറത്തൊക്കെ പോകുമ്പം നമ്മളിത് ജസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാഗിൽ തന്നെ ഇത് വെക്കാറുണ്ട്. കാരണം റീഅപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ സൺസ്ക്രീൻ പുറത്തൊക്കെ പോകുമ്പം റീഅപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. മെട്രോയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ, അതായത് പോകുന്ന സമയത്ത് ഞാനിത് റീഅപ്ലൈ ചെയ്യാറുണ്ട്.